നമ്മളിവിടെ കിടന്ന് ഇങ്ങനെ ചാടി മറിയുന്ന, അല്ലെങ്കിൽ തുള്ളിച്ചാടുന്നു, പാട്ടുപാടുന്നു, ആരാധിക്കുന്നു, അന്യഭാഷ പറയുന്നു, ഇത് എന്തുവായി കാണിക്കുന്നതെന്ന് ലോകം ചോദിക്കും. എന്നാൽ അവരെന്തുവായി കാണിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചാലോ? പാർട്ടിക്കാരുടെ ഒരു യോഗം ഇവിടെ നടക്കുക എന്ന് വെച്ചോ. പാർട്ടിക്കാരുടെ യോഗം ആദ്യമേ എന്ത് ചെയ്യും? ഒരു 2-3 പാട്ടെല്ലാം കൂടെ ഇട്ട് ഭയങ്കര ബഹളമൊക്കെ ഇവിടെ യോഗം നടക്കുന്നു എന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നെ ആ സമയമാകുമ്പോഴത്തേനും ആളുകൾ പിന്നെ ഒരു ജാഥ വരും. ജാഥ വരുമ്പോൾ നേതാവ് ആരാണോ ആ നേതാവിൻ്റെ പേരും പറഞ്ഞു കീജേ എന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ അവർക്കൊരാൾ. നമ്മൾ ചോദിക്കുക എന്തുവാ നിങ്ങൾ കാണിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാലോ? അത് ഞങ്ങളുടെ നേതാവ് വന്നു. അപ്പം നമ്മളെന്തോ കാണിക്കുന്നത്? നമ്മുടെ നേതാവ് വന്നില്ലേ? നമ്മുടെ നേതാവ് വന്നില്ലേ? ഇവരുടെ നേതാവിനേക്കാൾ എത്രയോ വലിയവനാണ് നമ്മുടെ നേതാവ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലെ ഏതെങ്കിലും പാർട്ടി, ഞാൻ ഏത് പാർട്ടിയുടെ എന്ന് പറഞ്ഞില്ല, ഏതെങ്കിലും പാർട്ടിയുടെ ഒരു ചെറിയ ലോക്കൽ നേതാവ് വന്നാലും ഒരു ബഹളം വെക്കും, കിജ വിളിക്കും. നമ്മുടെ ലോക്കൽ നേതാവല്ല, രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ, ഈ ലോകത്തിൽ വന്നിട്ടുള്ള സകല മഹാന്മാരിലും വെച്ച് ഏറ്റവും മഹാൻ, രാജാക്കന്മാരുടെ രാജാവ്, കർത്താതി കർത്താവ്, അവൻ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുവെന്ന വിശ്വാസത്താൽ കാണുമ്പോൾ, അറിയുമ്പോൾ നമ്മൾ പിന്നെന്താ മിണ്ടാതിരിക്കണം? പ്രൈസ് ദി ലോർഡ്. നമുക്ക് എന്തുകൊണ്ട് ഗീജ വിളിച്ചുകൂടാ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതെന്താ? ലോകം പറയും നിങ്ങൾ എന്താ കാണിക്കുന്നത്? എന്തോ ഈ ബഹളം വെക്കുന്നത്? അവരോട് ചോദിക്കുക എന്തോ ബഹളം വെക്കുന്നത്? നിങ്ങളുടെ ഒരു ചെറിയ നേതാവ് വന്നെന്നും പറഞ്ഞുകൊണ്ട് ആ നേതാവിനെ കാലുവാരാൻ അടുത്ത ദിവസം അവർ തന്നെ, ഇന്നലെ കീജ വിളിച്ചോൻ തന്നെ നാളെ കാലുവാരുന്നതാണ് ലോകത്തിൻ്റെ. നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. പ്രൈസ് ദി ലോർഡ്. അവനാണ് നമ്മുടെ മാനമായവൻ. അവനെ ലോകം നിന്ദിച്ചു, പക്ഷെ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. ലോകം നിന്ദിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മൾ അതിനോട് ചേർന്ന് ചിന്തിക്കുവാനും പാടില്ല. നമ്മൾ അതിനെ വിട്ടുകളയുക.